ചെല്ലൊരു ആൾമാർക്ക് ചെല്ല ആരെയും നിർബന്ധിക്കുക സാധ്യമല്ല. പക്ഷേ ഹക്കായ നിലക്ക് അത് ചെന്തേ തീർക്കണോ. പരലോകമായി തിക്കറ് നഷ്ടമോട് അള്ളാഹു അതിന് പിന്നെ ആയത്തിൽ ചെല്ലണിങ്ങ നോക്കൂ. എത്ര ഗൗരവമായിട്ട് അള്ളാഹു താല ചെല്ല 86 ആയത്ത് ആൽ ഇമ്രാനിലും ഈ ആയത്തിലെ പിന്നത്തെ ആയത്ത് കൈഫ യഹ്ദില്ലാഹു ഖൗമൻ, ഒരു ഖൗമിനെ അല്ലാഹു എങ്ങനെ ഇത്തിക്കറെ ഹിദായത്തിലാക്കരെ, എങ്ങനെ ഇത്തിക്കറെ അല്ലാഹു സന്മാർഗത്തിലാക്കരെ, എങ്ങനെ ഇത്തിക്കറെ അല്ലാഹു അന്ധകാരത്തിൽ നിന്ന് ചിന്മയിൽ നിന്ന് വെളിച്ചത്തിൽ കൊണ്ടുവണ്ട്. കാരണം എന്ത്? കഫറൂ ബഅദ ഈമാനിഹിം, അങ്ങ വിശ്വസിച്ചെന്ന് പിന്നെ സത്യനിഷേധത്തിലായിരാ. وشهدوا أن رسول حق وجاءهم البينات, റസൂൽ കൊണ്ടുവന്നത് സത്യമായി തിക്കറ് ഹക്കായി തിക്കറ് ചെന്തങ്ങൾ സാക്ഷിയായ ആൾമാരായി തിക്കറാറ്. മാത്രമല്ല അത് വ്യക്തമായ ദലീലായി തിക്കറ്, നിഷ്കലങ്കമായിട്ടുള്ളതായ ദലീലായി തിക്കറ്. റസൂൽ കൊണ്ടുവന്നത് ഹക്കായി തിക്കറിച്ചത് അതൊക്കെ സാക്ഷിയായ ആൾമാരായി തിക്കറാറ്. അതേപോലെ വിശ്വസിച്ചിട്ട് സത്യനിഷേധിയായിട്ടുള്ള ആൾമാരായി തിക്കറാറ്. അല്ലാഹു ചന്ദ്രദിനെ നോക്കൂ, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല അക്രമികളായിട്ടുള്ളതായ ളാലിമീങ്ങളായിട്ടുള്ളതായ ആൾമാരെ ഒരിക്കലും അല്ലാഹു ഹിദായത്തിലാക്കല, സന്മാർഗത്തിലാക്കല. എത്ര ഗൗരവമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള വിഷയത്തിക്ക് ഏറ്റവും വലിയതായ ലാലിമാരായി തിക്ര, ഏറ്റവും വലിയതായ അക്രമിയാരായി തിക്ര, ഏറ്റവും വലിയതായ ദുൽമെന്തായി തിക്ര ശിർക്ക്. അല്ലാഹുക്ക് ഭാഗിദാരാക്കരുത്. അല്ലാഹുവിന്റെ ഉലൂഹിയത്തിലും അല്ലാഹുവിന്റെ റുബൂബിയത്തിലും അല്ലാഹുവിന്റെ അസ്മാഇലും അല്ലാഹുവിന്റെ സിഫാത്തിലും അല്ലാഹുക്ക് പാർട്ട്ണറാക്കരുത്, ഭാഗിദാരാക്കരുത്, ശിർക്കാക്കരുത്. അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ ചോദ്യം ചെയ്യരുത്, പ്രശ്നാക്കരുത്. എത്ര വലിയ അപകടമായി തിക്ർ. അല്ലാഹു തആല ചെന്നതിനെ നോക്കൂ, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ളതായ ആൾമാരെ പടച്ച റബ്ബ് ഹിദായത്തിലാക്കില്ലേ, അല്ലാഹു സന്മാർഗത്തിലാക്കില്ലേ. അങ്ങ് അസത്യത്തിന് വേണായിട്ട് വാദിക്കുന്ന ആൾമാരായി തിക്റാർ, അങ്ങ്